ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഞാൻ ചെയ്തതെന്ന് എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ക്രിയേറ്റീവ് ആണോ എങ്ങനെയാ അതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് അറിയില്ല. അന്ന് അത് ഭയങ്കര പുതിയ കാര്യമാണ്. ദാറ്റ് യു മെയ്ഡ് യുവർ ഹസ്ബൻഡ് കട്ട് ദ അംബിലിക്കൽ കോഡ്. അല്ല ചെയ്തില്ല. ചെയ്തില്ല, മൂപ്പര് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പിന്നെ മൂപ്പര് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട്, കുട്ടീനെ എടുത്തിങ്ങനെ മേലെ വെക്കണം, യെസ്, ഉണ്ടായി കഴിഞ്ഞിട്ട് കുട്ടീനെ മേലെ വെക്കണം. അത് അങ്ങോട്ട് പറഞ്ഞ കാര്യമാണ് ഡോക്ടറുടെ അടുത്ത്. ഇതൊക്കെ ഞാൻ ആലോചിച്ചെടുത്തതാണോ അതൊക്കെ? ഐ എൻജോയ്ഡ്. എൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ മൊമെന്റ് ആയിരുന്നു എൻ്റെ പ്രഗ്നൻസി. ഐ എൻജോയ്ഡ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഏറ്റവും ജാസ്റ്റ് റിയാലിറ്റി ഷോവും മൂവീസും ചെയ്തതാണ്, ഷോസ് ചെയ്തതാണ്, ഡാൻസ് ഷോസ് ചെയ്തതാണ്. ആ വയറ് വെച്ചിട്ട് ഐ തിങ്ക് ഐ വാസ് സോ ഫോർ ഇറ്റ്. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്ത മൊമെൻ്റാണ് പ്രഗ്നൻസി. ഞാൻ തോട്ട് വന്നത് കുട്ടിയെ എടുത്ത് ഇങ്ങനെ വെക്കാം, അപ്പൊ ഹസ്ബൻഡ് വന്നത് കട്ട് ചെയ്യണം, അതൊക്കെ എങ്ങനെയാ അത് ഇമാജിൻ ചെയ്തത്? അത് എനിക്ക് തോന്നി, എനിക്ക് ആ ഒരു ലൈഫ് എൻ്റെ വയറിൻ്റെ മുകളിൽ, എൻ്റെ ശരീരത്തിൻ്റെ മുകളിൽ വെക്കണം. അപ്പോൾ അവളിങ്ങനെ ഇളകി ഓ എന്ന് ചെയ്തപ്പോൾ ഞാൻ ഓഹോ, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ്. അത് അമ്മമാർക്ക് മനസ്സിലാക്കാം. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് അമ്മമാർ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അംബിക്കൽ കോഡ് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീ ഇത്ര ദൂരവും നിൽക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ശ്രീ പറയാണ് അവിടുന്ന് ഇവിടെ എത്താൻ എനിക്ക് പറ്റിയില്ല. ആ ഒരു എന്തോ മുപ്പര് അങ്ങനെ സ്തംഭിച്ചു പോയി, യുനോ, സ്റ്റക്കായി പോയി, യുനോ. ബട്ട് ഐ വാണ്ടഡ് ഹിം ടു കട്ട് ദം. എത്ര പ്രാവശ്യം ഡോക്ടറെ ഞാൻ കേൾക്കുന്നുണ്ട്, ഡോക്ടർ ഞാൻ കണ്ണാ കം കട്ട്. ശ്രീ ഒന്നുമില്ല. മോസ്റ്റ് സെലിബ്രിറ്റി മദർഹുഡ് അല്ലേ അത്? ഐ ഡോണ്ട് നോ അബൌട്ട് മോർ, ഐ എൻജോയ് ഇറ്റ്. അല്ലല്ല, യൂട്യൂബിനൊക്കെ മുമ്പ് കേട്ടോ, യൂട്യൂബ് വന്നപ്പോൾ യൂട്യൂബ് എല്ലാം ഉണ്ടായിരുന്നു. ഇന്ന് നോക്കുമ്പോൾ എല്ലാവരും പ്രസവിക്കുകയാണ്. വ്യത്യസ്തങ്ങളായ ഘട്ടങ്ങളും. കളിയാക്കിയ ആൾക്കാർ വരെ അവർ വരെ ഇന്ന് എല്ലാം യൂട്യൂബിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അതാണ് ഏറ്റവും നമ്മൾ ഐറണി ഒന്നുമല്ല, എനിക്ക് ഏറ്റവും കർമ്മ എക്സാക്ട്ലി. ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്ക് ഒരാളെ കളിയാക്കാൻ ഭയങ്കര ഈസിയാണ്, ഒരാളെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. പക്ഷേ ലൈഫ് വിൽ ബ്രിങ് യു ബാക്ക് ദെയർ. അപ്പോൾ എന്ത് ചെയ്യും? അതാണ് ഞാൻ കണ്ട ഒരു ജീവിതത്തിലൊരു പാഠം. ഡോണ്ട് മേക്ക് ഫൺ ഓഫ് എനിബഡി. വൺ ഡേ ഐ ക്യാൻ ബി ദെയർ, യു ക്യാൻ ബി ഹിയർ. പറയാൻ പറ്റുമോ? മേ ബി ദൈവം സഹായിച്ച് വിഷ്ണു വലിയൊരു ബോളിവുഡ് സ്റ്റാറായ ഫസ്റ്റോ ബെസ്റ്റോ അല്ല, നല്ല നടക്കുന്ന ഒരു കാര്യം പറഞ്ഞത്. എന്തേ എനിക്ക് സ്റ്റാർ ആവണ്ട, അതാവണ്ട, അത് നിങ്ങൾക്ക് ആവണ്ട എന്ന് പറഞ്ഞാല് നിങ്ങളെ കണ്ട ഒരു വിഷ്ണു മഞ്ചോന്റെ ഇപ്പൊ അദ്ദേഹത്തിന്റെ സമയം കേമ. അല്ലല്ല, വിഷ്ണു മഞ്ചു നല്ല ആക്ടറാ. വിഷ്ണു കേട്ടാ, ഞാൻ മര്യാദയ്ക്കാ പറഞ്ഞു, പുള്ളിക്ക് മലയാളം അറിയില്ല. ശ്വേതമേനോൻ സ്ത്രീകളെ പറ്റിയിട്ട് ആണുങ്ങൾ അറിയണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം ശ്വേതമേനോൻ എന്താ പറയാനുള്ളത്? ഡോണ്ട് ടേക്ക് us lightly. We will bounce back. ഈസി ആയിട്ട് എടുക്കരുത്, ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. എവറി ഡോഗ് ഹാസ് ഇറ്റ്സ് ഡേ എന്ന് പറഞ്ഞ പോലെ. അത് ആണുങ്ങൾക്കല്ല, ഇറ്റ്സ് ഫോർ വിമൻ ഓൾസോ. ഇപ്പോൾ സ്ത്രീകളും അത്ര തന്നെ ബുദ്ധിമുട്ടിക്കുന്ന സ്ത്രീകളാണ്. സ്ത്രീകൾ തന്നെ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്ന സമയമാണ് ഇപ്പോൾ. Men or women, who is more toxic in a relationship? It depends. Person to person. Yeah. അതിന് ജെൻഡർ ഇല്ല. ടോക്സിക് ഹാസ് നോ ജെൻഡർ. ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും? ടോക്സിക് ആയിട്ടുള്ള ട്രാൻസ്ഫോം ചെയ്യാൻ നിന്നിട്ടുണ്ടോ? അത് അയാളെ വിട്ടിട്ടാണോ ഇപ്പോൾ നിൽക്കുന്നത്? ഇല്ല. ഞാൻ ഒരാളെയും അതില്ല. ഞാൻ എത്രയോ റിയാലിറ്റി ഷോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ ടോക്സിക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പിന്നെ ഫ്യൂച്ചറിൽ തെളിവായിട്ട് വന്നിട്ടുണ്ട്. One of the contestants is in the jail now. അന്ന് നമുക്കറിയാം ഗ്രീൻ ഫ്ലാഗും റെഡ് ഫ്ലാഗും. അല്ല, അത് ദാറ്റ്സ് ബിക്കോസ് നമുക്ക് ഒരാളുടെ റിയാക്ഷൻ വെച്ചിട്ട് മനസ്സിലാക്കാമല്ലോ. യുനോ. ഓക്കേ ഫൈൻ. എന്താ ഓട്ടോബയോഗ്രഫിക്ക് ടൈറ്റിൽ കൊടുക്കുക? എന്റെയോ? സ്റ്റോറി ഓഫ് എ ഗോ ഗെറ്റർ എന്ന് കൊടുക്കട്ടെ? ആലോചിച്ചു, മെസ്സേജ് അയക്കാം. അങ്ങനൊന്നും പറ്റില്ല, അതിനുള്ള നേരമൊന്നുമില്ല. അനശ്വരം. ഓക്കെ, അനശ്വരത്തില് ഫാന്റസി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. എന്തായിരിക്കും കോണ്ടന്റ്? ഫാന്റസി. അത് പറ. ഫാന്റസി ഞാൻ പറഞ്ഞതല്ലേ ടൈറ്റില്, കോണ്ടന്റ് പറ. ഫാന്റസി ഉണ്ടാവും. നല്ല മറ്റേ നമ്മൾ പറയില്ലേ, ചില ആണുങ്ങളുടെ പറ്റി ആലോചിക്കും, ആണിൻ്റെ കൂടെ എവിടെയെങ്കിലും പോകണ ആലോചിക്കും, അല്ലാതെ സെൽഫ് സോളോ ട്രിപ്പിന് പോകാൻ ആലോചിക്കും.
ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ എത്ര സാധനങ്ങളുണ്ട്. എന്തോ ഒരു ഏരിയ. നല്ല മസാജ് കിട്ടാനുള്ള ഒരു നല്ല സ്ഥലത്ത് പോകാൻ നോക്കും. പിന്നെ കുറെ പൈസ ഫാൻറ്റസി ചെയ്യും. പിന്നെ റിവൈൻഡ് ചെയ്യാൻ നോക്കും. അതാണ് ഫാൻറ്റസി. ഗോ ബാക്ക് റിവൈൻഡ്. അത് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ല. ഞാൻ റിവൈൻഡ് ചെയ്തിട്ട് വീണ്ടും റീലിവ് ചെയ്യാൻ നോക്കും. സീക്രട്ട് ഓഫ് ഹാപ്പിനെസ് എന്താ? നോ സീക്രട്ട്. ഉണ്ട്, എനിക്കറിയാം. സ്പിരിച്വാലിറ്റി. ഐ ബിലീവ് ഇൻ പവർ. ഐ പ്രേ. അങ്ങനെ അതുകൊണ്ട് അമ്പലത്തിൽ പോയി ഇരുന്ന് ഭജനം കീർത്തനം ഒന്നും ചെയ്യുന്ന ആളല്ല. പക്ഷേ ഐ ബിലീവ് ഇൻ മൈ ഗോഡ്. ഐ ബിലീവ് ഇൻ മൈ മദർ. ഐ ബിലീവ് ഇൻ മൈ അച്ഛൻ. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ഗോഡ് മൈ അച്ഛൻ. മനസ്സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? നല്ല എണ്ണ തേച്ച് കുളിക്കും. സ്പിരിച്വലായിട്ട് പറ. അത് എണ്ണ തേച്ച് കുളിക്കാൻ എന്താ സ്പിരിച്വൽ? അല്ല, അതൊരു ഫിസിക്കൽ ആയിട്ടുള്ള കാര്യം. സ്പിരിച്വൽ ആയിട്ട് പറ, താത്വികമായിട്ട് പറ. മനസ്സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യും? അമ്പലത്തിൽ പോവും. അല്ലാതെ എൻ്റെ കുറച്ച് സ്പിരിച്വൽ ആൾക്കാരുണ്ട്, അവരെ ഇരുന്ന് വിളിച്ച് സംസാരിക്കും. ജസ്റ്റ് ടോക്കിംഗ് ഓൺലി ഹീൽസ്. നെവർ കീപ്പ് എനിത്തിങ്. എപ്പോഴും രാത്രി ഉറങ്ങുമ്പോൾ സ്ലേറ്റ് പോലെ ക്ലീൻ ആണ്. വൈറ്റ് ബോർഡ് അല്ലെ ബ്ലാക്ക് ബോർഡായിട്ട്. അല്ലാതെ കാര്യം എന്താ? അതിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ കാര്യം എന്താ? അതുപോലെ ആയിരിക്കണം മനസ്സുറങ്ങും. പിന്നെ രാവിലെ നീട്ടിട്ട് വീണ്ടും എന്തെങ്കിലും കുശുമ്പ് കൊണ്ടായ രാത്രി ഡസ്റ്റ് എടുത്തോ. ടുമോറോ അനദർ ഡേ. നമ്മൾ ജീവിതം കോംപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നത്. അത്രയൊന്നും ഇല്ല. നമ്മളൊരു സാധനം, ഒരു നല്ല പെൺകുട്ടി, നല്ല സുന്ദരി പെൺകുട്ടീനെ കാണുമ്പോൾ ആണുങ്ങൾ മാത്രമല്ല ആസ്വദിക്കുന്നത്, പെണ്ണുങ്ങളും ആസ്വദിക്കുന്നുണ്ട്. നല്ല ഗുഡ് ലുക്കിംഗ് മാനിനെ കാണുമ്പോൾ നമ്മൾ പെണ്ണുങ്ങളും ആണുങ്ങളും നല്ല 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 ഷർട്ട്, ഏത് രീതിയിൽ നിങ്ങൾ നോക്കുന്നു മാത്രമേ വ്യത്യാസമുള്ളൂ. യുനോ, അപ്പോൾ അത് ആസ്വദിക്കണം. അതുകൊണ്ടാണ് ദൈവം നമുക്ക് രണ്ട് വലിയ ഉണ്ട കണ്ണ് തന്നത്. അത് എൻ്റെ അച്ഛൻ വഴിയാണ് ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ നല്ല വായ നോക്കിയായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് വായ നോക്കൽ. My father was a very gentleman. He used to enjoy. He said, "Why no? You should flirt." Romance എന്ന് പറഞ്ഞാല് എല്ലാം ഫിസിക്കൽ ടച്ച് അല്ല. എന്തിനാ നമ്മൾ ജീവിതത്തിൽ ഇതെല്ലാം കോംപ്ലിക്കേറ്റ് ആക്കുന്നത്? അതിനൊരു എറ്റിക്വറ്റി ഒക്കെ പറഞ്ഞു തരുമായിരുന്നു അച്ഛൻ. പിന്നെ വൈ നോട്ട്? ഞാൻ ഒറ്റ മോളാണ്. അച്ഛൻ വാസ് വെരി പെർട്ടിക്കുലർ ദാറ്റ് യുനോ ഞാൻ പുറം ലോകം പോകുമ്പോൾ ഞാൻ മണ്ടിയായിട്ടല്ല വളരേണ്ടത്. അച്ഛൻ വാസ് വെരി ദിസ് തിങ്. അച്ഛൻ എനിക്ക് എല്ലാം എനിക്ക് എന്താ പറയുക, ഹൗ ടു സർവൈവ് അലോൺ, ഹൗ ടു ഫൈറ്റ്, ഹൗ ടു ഏതെങ്കിലും അറ്റാക്ക് ആയാൽ എങ്ങനെ ഇത് ചെയ്യണം, സെൽഫ് ഡിഫെൻസ്, ഒരുപാട് കാര്യങ്ങൾ അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ബിക്കോസ് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലായിരുന്നു ഞാൻ വളർന്നത്. എയർഫോഴ്സ്, അച്ഛൻ എയർഫോഴ്സ് ഓഫീസർ ആയിരുന്നു. സോ ഫോർ മീ ഇറ്റ് വാസ് എ വെരി നോർമൽ തിങ്. Okay, how to approach man അങ്ങനെ ഉണ്ടായിരുന്നു, സംസാരിക്കായിരുന്നു നിങ്ങൾ? Why not? It's a normal thing. അത് എൻ്റെ അച്ഛൻ മാത്രമല്ല കേട്ടോ, എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഇങ്ങനെയാണ്. എൻ്റെ അച്ഛൻ്റെ ഫാമിലി, എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടുന്ന് കുറേ ജേർണലിസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, തറവാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതിന് മുമ്പേ ഈ കെട്ടിപ്പിടുത്തം എല്ലാം ശ്വേതാമേനും കെട്ടിപ്പിടിക്കുന്നു അങ്ങനെയൊക്കെ. തറവാട്ടിൽ ഈ ഫംഗ്ഷന് വന്നപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിമ്മിപ്പി ചെയ്യുന്നു എല്ലാം കണ്ടപ്പോൾ ഇത് ഫാമിലി പ്രോബ്ലം ആണ് എന്നാണ് അവർക്ക് മനസ്സിലായത്. ദാറ്റ്സ് നമുക്ക് സ്നേഹം തോന്നുമ്പോൾ വിഷ്ണു, യു ഷുഡ് അപ്പോൾ പറയണം ഐ ലവ് യു. ഐ ലവ് യു ഡസൻറ്റ് മീൻ ഓൺലി വൺ മീനിങ്. നമ്മൾ അമ്മ കുഞ്ഞിനോട് പറയാണ്ട്, അമ്മ അച്ഛനോട് പറയാണ്ട്, ഞാൻ എൻ്റെ അച്ഛനമ്മോട് പറയാണ്ട്, എൻ്റെ ഹസ്ബൻഡിനോട് പറയാണ്ട്, എൻ്റെ ഫ്രണ്ട്സിനോട് പറയാണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എൻ ഇമോഷൻ. പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ നെഗറ്റീവ് തിങ്. എല്ലാം ഫിസിക്കൽ അല്ല. സെക്സ് ഡസ് നോട്ട് മീൻ ഓൺലി ഫിസിക്കൽ. സെക്സ് ഇസ് ഓൾസോ ക്യാൻ ബി മൈൻഡ് വൈസ് ഓൾസോ, യുനോ. സോ അത് സെക്സ് ഇസ് നോട്ട്, അത് സെക്ഷുവൽ കോൺവെർസേഷൻ നെഗറ്റീവ് എന്തിനാണ്? ഞാൻ എൻ്റെ മോളെ ഇപ്പം മെല്ലെ മെല്ലെ ഐ എം തിങ്കിങ് ഓഫ് ഹൗ ടു സ്റ്റാർട്ട്. 12 വയസ്സായി. യെസ്, 12 വയസ്സായില്ലേ അവള്. ഷീ ഈസ് ഗോയിങ് ടു ഗെറ്റ് ഇൻടു 13. ടീനേജ്. പിന്നെ അതിൻ്റെ മുമ്പേ ഷീ ഷുഡ് നോ. അവൾ ഓൾറെഡി അവളുടെ
ഫ്രണ്ട്സിൻ്റെ ഇപ്പോൾ അവരെല്ലാം യൂട്യൂബ് എല്ലാം കാണുന്ന ആൾക്കാരല്ലേ. സോ അവർക്ക് ചിലപ്പോൾ അറിയുണ്ടാവും. പക്ഷെ ആസ് എ പേരൻറ്റ് അത് എൻ്റെ ഡ്യൂട്ടിയാണ് ടു എഡ്യൂക്കേറ്റ് ഹർ ആൻഡ് വിത്ത് അവളുടെ അച്ഛനും ഞാനും ശ്രീയും ഇരുന്നിട്ട് അവളെ എങ്ങനെ നമുക്ക് അവളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുക. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്.